ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമലൈക്കും. ഞാൻ ഡോക്ടർ പി അബ്ദുറസാഖ് സിലമിയാണ്. ജിന്നുകളുള്ള സഹായതേട്ടം ഏത് അവസ്ഥയിലായിരുന്നാലും ശിർക്ക് തന്നെയാണ്. ഹലോ ഹലോ, ആരാ? തിരക്കിലാണോ റസാഖ് സുല്ലമി? അല്ലല്ല, പറയും. ഞാൻ പയ്യോളിൽ നിന്നാണേ. സുല്ലമി ഉസ്താദിന്റെ ഒരു ചെറിയൊരു കഷ്ണം കിട്ടി, ഒരു ചെറിയൊരു ബസ്. അപ്പൊ അതിനെ കൊണ്ടുള്ള ഒരു സംശയം തീർക്കാൻ വേണ്ടിട്ട്, അത് അവർ കട്ട് ചെയ്താണോ കേന്നമാർ കട്ട് ചെയ്താണോ എന്നൊന്നും അറിയില്ല. ജിന്ന് വിഷയത്തില് ജിന്നിനോട് എപ്പോ എങ്ങനെ തേടിയാലും ഷിർക്കാണെന്നുള്ള ഞാൻ പറഞ്ഞു തന്നെയാണ്. ശരിയാ. അത് അപ്പോ നമ്മളെ വിഷ്ടം വാദത്തിനെതിരല്ല അത് ആയിരിക്കാം. ഞാൻ പിന്നെ പ്രസ്താവന നോക്കാം ആ കാര്യത്തില്. എന്താ ഞാൻ മനസ്സിലാക്കി, ഞാനായിരിക്കും നമ്പർ പക്ഷെ ഞാനത് നോക്കുന്നില്ല. ഏത് പ്രസ്ഥാനത്തിന് അനുകൂലമാണ് എതിരെന്നുള്ളതൊന്നും നോക്കുന്നില്ല. അല്ല, കാരണം എന്താ വെച്ചാല് പിന്നെ ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കുന്നത്. അതായത് പിന്നെ ഇരുട്ടിന്റെ മറവിൽ തപ്പിത്തടയുന്ന ഒരാൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജിന്നെ വെളിച്ചം തരാമോ, ഒന്ന് സഹായിക്കാമോ എന്ന് അടുത്തുള്ള ജിന്നിനോട് ചോദിച്ചാൽ അത് പ്രാർത്ഥന ആവൂല, ഷിർക്കാവൂല എന്നാണല്ലോ നമ്മളെ ജബ്ബാർ. ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാർ, അന്ന് താങ്കൾ ആ ലേഖനം തന്നെ ഒന്ന് വായിച്ചു. ഇതാണ് ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ. അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്, 100% ശരിയാണ്. ഇതാണ് ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ. അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്, 100% ശരിയാണ്. ഒന്ന് ഒരു പ്രശ്നം, എവിടെ ജിന്ന് അടുത്തുണ്ടോ എന്ന് ആർക്കും അറിയാൻ പറ്റും? ജിന്ന് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അവിടെ ഉണ്ടോ അല്ലേ എന്നുള്ളത്? ഇല്ല, അറിയാൻ പറ്റൂല. പിന്നെ എങ്ങനെ? അപ്പൊ അങ്ങനത്തെ ഒരു ഇരുട്ടി തപ്പിത്തറിഞ്ഞ തന്നെ ഉണ്ടെങ്കിൽ ജിന്നുകളെ നിങ്ങൾ കാണൂല എന്ന് ഖുർആൻ പറയണുണ്ട്. പിന്നെ ഇറാഖും കബീലും മിന്നയിലാത്തവനും അവർ ഇങ്ങോട്ട് കാണും, നിങ്ങൾക്ക് അങ്ങോട്ട് കാണൂല. ഇപ്പൊ എന്തിനാ അങ്ങനെ ഒരു വലിയ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. ശരിക്കും ആ ഇരുട്ടിലെ ആളെങ്കിലും അള്ളാഹുവെ എന്ന് രക്ഷിക്കണമെന്ന് തന്നെ പറയണ്ടേ. ഹജറബീബി ഈ ഇതിൽ സഫ മർവയില് ഓടിയപ്പോ ആരും ഇല്ലാത്ത സ്ഥലത്ത് എന്താ വിളിച്ചത്? അള്ളാഹുവെ എന്നാണ്. അള്ളാഹു ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അത് ആരെ ഉദ്ദേശിച്ച് ചോദിച്ചു തന്നെ, ആരെ വലിയ മനുഷ്യരുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അതെ. അല്ല, അപ്പോ ജബ്ബാർ മൗലവിക്ക് അബദ്ധം സംഭവിച്ചതാണോ? അത് ഞാൻ അതിനെ പറ്റി ഒന്നും പറയില്ല. അതൊക്കെ എനിക്ക് എന്റെ ആശയം ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള ഒരു പണ്ഡിതനെ കുറിച്ചും ഒരു പ്രസ്ഥാനത്തെ കുറിച്ചും മുന്നോട്ട് ചോദിക്കണ്ട. ശരി. അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മള് പിന്നെ ഈ കോഴിച്ചന സംവാദത്തില് തോന്നിയതൊക്കെ വെറുതെ കൂടുതൽ വിഷയത്തില് നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ തന്നെയാണോ പറഞ്ഞതല്ലേ? അത് ഞാൻ പറഞ്ഞു തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അയിമന്ന് വരെ എത്തിപ്പെടുന്നുണ്ട്. ബാക്കിയൊന്നും പറ്റി നിങ്ങൾ എന്ത് ചോദിച്ചാൽ നീ പറയില്ല. അല്ല, റസാഖ് സുല്ലമി അത് പിന്നെ വിഷ്ടംകാരനാണെന്നുള്ള അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അതെ,
എന്നെ വിളിച്ചാണ് ഞാൻ എന്റെ പ്രസ്ഥാനങ്ങൾ ഉദാഹരണം ചെയ്തു. ഇനി ബാക്കി ഏതെങ്കിലും ഒരാൾ പണ്ഡിതനോ മറ്റേ ബന്ധപ്പെടുത്തിയിട്ടോ അതിന് അനുകൂലോ എതിരുള്ളതൊക്കെ നിങ്ങൾ വിലയിരുത്തിയാൽ മതി. ഞാൻ പറയില്ല, ചോദിച്ചാലും ഞാൻ കൊണ്ട് പറയാം. അല്ല, അപ്പൊ നമ്മള് കണ്ടു പിന്നെ അല്ല കാണുമെന്ന് നമുക്ക് ഉറപ്പില്ല, അല്ലെങ്കിൽ നമ്മള് കണ്ടു നമ്മള് ജിന്നിന് എങ്ങനെയുണ്ട് നമ്മൾ എഴുന്നടിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റാം. ഇല്ലാത്തൊരു ഉണ്ടെന്ന് അറിയാൻ പറ്റാത്തൊരു ജീവിയെ കുറിച്ച് നമ്മൾ എന്തിനാണ് പിന്നെ എന്നെ സഹായിക്കുന്നു ആ സഹായിക്കുന്ന ചോദിക്കുന്ന പ്രസക്തി ഒരിക്കലും ഒരു മുസ്ലിമിന് വരുന്നില്ല. എന്നെ സഹായം തരുന്ന പ്രശ്നം എപ്പോഴും സഹായം തരുന്ന അള്ളാഹുവിനോട് അടുത്ത ആരെങ്കിലും നമ്മൾ കാണുന്ന മനുഷ്യന്മാരെ നമ്മൾ കാണും, അല്ലെങ്കിൽ അവരോട് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അബോധികമായ ചോദ്യം എല്ലാം അള്ളാഹുവിനോടെ പറ്റുള്ളൂ. അപ്പൊ നമ്മള് സലഫി പണ്ഡിതന്മാരായി യാ ഇബാദുല്ലാഹി അഈനൂനി എന്ന ഹദീസ് വെച്ചുകൊണ്ട് ഒരുപാട് പിന്നെ അമൽ ചെയ്തിട്ടുണ്ടല്ലോ. സലഫി പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതി. അങ്ങനെ ആരാണ് അത്ര കൂടുതൽ അമൽ ചെയ്തത്? ഇതല്ലേ ഇമാം അഹ്മദ് ഹംബലിനെ പറ്റിയല്ലേ പറയല്? ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ മാത്രല്ല, മുൻഗാമികളായ സലഫി പണ്ഡിതന്മാർ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ തെളിവാക്കുന്ന വിഷയം എന്താണ്? ഒരു വാറോലയായ ഹദീസ് എന്നാണ്. ഒരു വാറോലയായ ഹദീസ്. ഒരിക്കലും പറയാൻ പാടില്ല ഈ ഹദീസിനെ കുറിച്ച് വാറോലാണ്. ഹദീസ് വഹീഫാണെന്ന് കരുതിയിട്ട് നമുക്ക് വായിൽ തോന്നിയ ഹുക്മ ഹദീസിന് പറയരുത്. ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ സംബന്ധിച്ചും എങ്ങനെ പരാമർശിക്കണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹദീസ് വാറോലയല്ല. വാറോല എന്ന് പറയണമെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തീർത്തും കെട്ടിച്ചമച്ച ഹദീസുകൾക്ക് വാറോല എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഹദീസല്ല ഇത്. മറിച്ച് ഹദീസ് ലഈഫ് ആണ് എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ. ഹദീസിനെ സ്വഹീഹായി കണ്ട ആളുകളുണ്ട്, അന്നും കണ്ടവരുണ്ട്, ഇന്നും ഈ ഹദീസിനെ സ്വഹീഹാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരെ ഏതെങ്കിലും അഹ്ലുസുന്നത്തിന്റെ ആളുകൾ നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താന്ന് പറഞ്ഞുകൊണ്ട് അവരാരും പുറത്താക്കുന്നൊന്നുമില്ല. കാരണം എന്താണ്? കേരളത്തിലെ ആളുകളുടെ അവസ്ഥയല്ല അവിടെ ഉള്ളത്. അവിടെയുള്ള നേതാക്കന്മാർക്കും അവിടെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കൊക്കെ വിവരമുണ്ട് എന്നതുകൊണ്ടാണത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വാറോല എന്ന് പറഞ്ഞ് തള്ളുന്നത് ഹദീസ് നിദാന ശാസ്ത്രത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും മോശമായ ഒരു സമീപനമാണ്. ഹദീസ് വാറോലയല്ല. നമുക്ക് വേണമെങ്കിൽ ഹദീസ് ലഈഫാണെന്ന് പറയാം. വാറോല എന്ന് പറയണമെങ്കിൽ ഒരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഹദീസുകൾക്ക് വാറോല എന്ന് പറയാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. KP നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ച വലിയൊരു പണ്ഡിതനാണ് KP. വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമായി ഈ ഹദീസിന്റെ ദുർബലത വിവരിക്കുമ്പോൾ അവിടെ കൃത്യമായി എഴുതി വെച്ചത് കാണാൻ കഴിയും. ഇത് വാറോലയാണ്, വാറോലയായ ഹദീസാണ്. ഇതിനെ വാറോല എന്ന് പറഞ്ഞുകൂടാന്നാ പറയുന്നത്. അതിൽ തന്നെ ആ റിപ്പോർട്ടിന്റെ ലൈഫാണ് സഹിയാണെങ്കിൽ തന്നെ എന്തായാലും ഉള്ളത്. ആ റിപ്പോർട്ടിലുള്ള എന്താ പിന്നെ യാ ഇബാദുല്ലാഹ് അള്ളാഹുവിന്റെ അടിമകൾ എന്നല്ലേ? അടിമകള് അടിമകൾ എന്നാണ് അർത്ഥം. അതിൽ ജിന്നാണ് ഇവിടെ തെളിവ്. അല്ല, അവിടെ അള്ളാഹുവിന്റെ അടിമകളെ അങ്ങനെ ഹജറ ബീവി ആരും സഹായിക്കൊണ്ടെന്ന് വെച്ച് ജിന്നുകളോട് കൂടി ചോദിച്ചാണെന്ന് പറയാൻ പറ്റുമോ? അതിന് ജിന്നുകളാണെന്നുള്ള തെളിവുള്ളത്. അല്ല, നമ്മൾ അവിടെ പറയുന്നത് യാ ഇബാദുല്ലാഹി എന്നത് കൊണ്ടുള്ള ഉദ്ദേശം പിന്നെ നമ്മൾ സമസ്തക്കാരോട് പറഞ്ഞെന്താണ്? അത് പിന്നെ നിങ്ങളെ വിചാരിച്ച പോലെ അടിമകൾ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ മഹാന്മാരല്ല. അത് വിജനമായ പ്രദേശത്തുള്ള ജിന്നുകളോ മലക്കുകളോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത മറ്റെന്തെങ്കിലും ആയിരിക്കാം എന്നുള്ള പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞപ്പോഴാണ് ഉള്ളത്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് അത് അങ്ങനത്തെ ഒരു രംഗം തന്നെ വരുന്നില്ല. ഈ ആയന്ന് പറയേണ്ട ജിന്നുകളോട് പറയേണ്ട ഒരു ആവശ്യം തന്നെ ഒരിക്കലും ഇല്ല. അങ്ങനെ ചെയ്യാം മുസ്ലിം ചെയ്യാനൊന്നും ചെയ്യല്ല, പാടില്ല. ഏത് സമയത്തും എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു ഉണ്ട്. പിന്നെ നമുക്ക് മുന്നിൽ സഹായിക്കാൻ സാധിക്കുന്ന ഭൗതികമായ സഹായം ആൾക്കാരാണെങ്കിൽ ചോദിക്കുക. അത് മുസ്ലിമിനോട് എന്തൊക്കെ ചോദിക്കും. പക്ഷെ കാണാത്തൊരു സഹായം അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ. അത്രയും പറയാനുള്ളൂ. എനിക്ക് ഇത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇത് വോയിസോ എന്തും ആക്കാം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.